അള്ളാഹു ബർക്കത്തേട്ടെ. എന്താ നിങ്ങളൊക്കെ ആമീൻ പറയണേ? ഒന്ന് പോരെ? ഒന്ന് മതി. ഇനിയിപ്പോ കെട്ടിയത് ഉള്ളത് ഒന്നിൽ തന്നെ അത് നല്ല ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി വരക്കാം. വലിയ വിഷയമാണ് അത്. ബർക്കത്ത് എന്ന് പറഞ്ഞ വലിയ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഭാര്യമാരെ കൂട്ടത്തിൽ ഒരു മഹദി ഉണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ ഉമ്മ? സയ്യിദത്തുന ബീവി ജുവൈരിയ. ഉറക്കെ പറയ മനുഷ്യ. ബീവി ജുവൈരിയ റളിയല്ലാഹു അൻഹ. ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആയിഷ ബീവി പറയാറുണ്ടായിരുന്നു, ഞങ്ങളെ കൂട്ടത്തിൽ വലിയ ബർക്കത്തുള്ള മഹദിയാണ് ജുവൈരിയ ബീവി. മാത്രമല്ല കാണാൻ നല്ല ഭംഗിയുള്ള ബീവിയാണ്. ജുവൈരിയ ബീവി എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല സൗന്ദര്യമുള്ള ഭാര്യയാണ്, ബീവിയാണ്. അതോടുകൂടെ ഞങ്ങളെ കൂട്ടത്തില് ആ കുടുംബത്തിൽ തന്നെ ഏറ്റവും ബർക്കത്തുള്ള പെണ്ണുങ്ങൾ ആരാ? ജുവൈരിയ ബീവിയാണ്. എന്താ കാരണം? അതങ്ങനെ ജുവൈരിയ ബീവിയുടെ ബർക്കത്ത് കുടുംബത്തിനൊക്കെ കിട്ടുകയാണ്. അങ്ങനെ നല്ല ഭാര്യമാരുടെ ബർക്കത്തുണ്ടാവും. ഒരു ഭർത്താവിന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ തന്നെ ഭാര്യമാരാണ്. അവരെ ഓത്ത്, അവരെ നിസ്കാരം, അവർ അമിതമായി ഉറങ്ങൂല. അമിതമായി ഉറങ്ങുന്ന പെണ്ണാണോ അവൾക്ക് ബർക്കത്തില്ല, അവളെ ഭർത്താവിനും ബർക്കത്തില്ല, വീട്ടിലും ബർക്കത്തില്ല, കുട്ടികൾക്കും ബർക്കത്തില്ല, പേരമക്കൾക്കും ബർക്കത്തില്ല, ആർക്കും ബർക്കത്തില്ല. അങ്ങനെയാണ്. പരിസരത്തിന് തന്നെ ബർക്കത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാം നോക്കിയിട്ട് കൊണ്ടുവരണം. വലിയാരെ ഈ വേള് കുറെ മുമ്പ് തന്നെ കേട്ടിരുന്നെങ്കിൽ കുറച്ചൊക്കെ ഒരു ബർക്കത്തുണ്ടാവുമായിരുന്നു തന്നെയാണ്. ഇനി ചിന്തിച്ചിട്ട് നോക്കണ്ടൊക്കെ മാറ്റാൻ നോക്ക്, സ്വഭാവം തിരുത്താൻ നോക്ക്, സ്വഭാവം തിരുത്താൻ. ഇപ്പൊ ഇവിടെ അമ്മമാരൊക്കെ ഏകദേശം നല്ല ബർക്കത്തുള്ളവർ. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ? കണ്ട ഉമ്മ മൂന്ന് കണ്ട രണ്ട് തരത്തിലുള്ള ആണ്ട്. ഒന്ന് അത് ശരി തന്നെയാണ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അറിയാം, കൂടുതലൊന്നും പറയണ്ടെന്ന്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ജുവൈരിയ ബീവിയെ കുറിച്ച് അങ്ങനെ പറയാറുണ്ടായിരുന്നു ചരിത്രത്തിൽ. ജുവൈരിയ ബീവി നല്ല ബർക്കത്തുള്ള മഹദിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയാണ്. ആ ജുവൈരിയ ബീവി സ്വന്തം കുടുംബത്തിന് തന്നെ വലിയ ബർക്കത്താണ്. ഭാര്യ നല്ല ബർക്കത്തുള്ള ഭാര്യയാകണം. അങ്ങനെയായാൽ ഭർത്താവിനും മക്കൾക്കും ഒക്കെ ബർക്കത്ത് കിട്ടും. അതെങ്ങനെയാണ് ഭാര്യ നല്ല ബർക്കത്തുള്ള ഭാര്യയാകുന്നത്? ഭാര്യയുടെ നിസ്കാരം കൊണ്ട് ഭാര്യ നല്ല ബർക്കത്തുള്ളവളാകും. ഭാര്യയുടെ ഖുർആൻ ഓത്തുകൊണ്ട് ഭാര്യ നല്ല ബർക്കത്തുള്ളവളാകും. അതേ ഭാര്യ സുബഹി നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ ഭാര്യക്ക് ഉറങ്ങുന്ന സ്വഭാവമില്ല. അപ്പൊ ആ ഭാര്യ നല്ല ബർക്കത്തുള്ള ഭാര്യയാണ്. മറ്റൊന്ന്, ആ വീട്ടിലോ ഭാര്യ ഒരാളോടും ഗീബത്ത് പറയൂല. ഭാര്യ വീട്ടിലേക്ക് സ്വന്തം ഉമ്മാക്ക് വിളിച്ചിട്ട് ഭർത്താവിനെ കുറ്റം പറയാണ്, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉമ്മാനെ കുറ്റം പറയാണ്. അങ്ങനെ ചില സ്ത്രീകൾക്ക് ഭയങ്കര ഹരാണ്. സ്വന്തം ഉമ്മാനെ വിളിച്ചിട്ട് ഭർത്താവിന്റെ ഉമ്മാനെ കുറ്റം പറയാണ്. അങ്ങനെ ഗീബത്ത് പറയുന്ന ഭാര്യയാണോ? ആരെയാണ് പെണ്ണെ നീ ഗീബത്ത് പറഞ്ഞത്?